കൈരളി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിൻ്റെ നമസ്കാരം. ഇന്നിവിടെ പരാതിയുമായിട്ട് എത്തിയിരിക്കുന്നത് കുളത്തൂപ്പുഴ നിന്നും ജിത്തുവാണ്. കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയ്ക്കു പിന്നിൽ എന്നുമുണ്ടായിരുന്നു ഒരു അവിഹിതത്തിന്റെ കഥ. ഹൃദയം തകർന്ന നൊമ്പരത്തോടെ ജിത്തു തന്റെ ഭർത്താവിനെ കുറിച്ച് പറയുന്നതും അത്തരമൊരു കഥയാണ്. 5 വർഷം നീണ്ടുനിന്ന ആഹ്ലാദപൂർണമായ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിനൊടുവിലാണത്രേ സന്തോഷ് മറ്റൊരു സ്ത്രീയുടെ ചൂരും ചൂടും തേടിപ്പോയത്. പക്ഷേ സന്തോഷ് സമ്മതിക്കുന്നില്ല തന്റെ സൗഹൃദത്തിന് മറ്റൊരു മാനമുണ്ടെന്ന്. എന്നാൽ ജിത്തുവിന്റെ വാദഗതികളെ യുക്തിപൂർവ്വം നിഷേധിക്കാൻ സന്തോഷിന് കഴിയുന്നുമില്ല. കേൾക്കാം നമുക്ക് ജിത്തുവിന്റെ ജീവിതകഥ. എവിടെയാണ് ജിത്തു? കുളത്തൂപ്പുഴ എവിടെയായിട്ട് വരും? എനിക്കറിയാം അവിടെയൊക്കെ. കുളത്തൂപ്പുഴ സാംനഗർ, കാഞ്ഞിരോട്ട്, കുന്നുംപുറം. കുന്നുംപുറത്ത് അവിടെയായിട്ടാണ്. അതാണോ ജിത്തുവിന്റെ വീട്? എവിടെയാണോ? എന്റെ വീട് ഉറുകുന്നില്. ഉറുകുന്ന് കെട്ടിച്ചോണ്ട് വന്നത് കുളത്തൂപ്പുഴയില്. കുളത്തൂപ്പുഴയിൽ ഇപ്പോഴും അവിടെ തന്നെ താമസം. കുഞ്ഞുങ്ങൾ എത്ര പേര്? ഒരു മോള്. 4 വയസ്സ്. 4 വയസ്സായി. ഭർത്താവിന്റെ പേര് സന്തോഷ്. സന്തോഷും ജിത്തും കൂടെ ഇപ്പം ഒരുമിച്ച് തന്നെയാണോ താമസിക്കുന്നത്? അല്ല, ഒരുമിച്ചായിരുന്നു. ഇപ്പം 3 മാസം കൊണ്ട് പുള്ളി ഇവിടെ ഇല്ല. എവിടെ? അപ്പം ചെറിയൊരു പ്രശ്നം ഉണ്ടായത്. പിന്നെ ഡൽഹിയിലാണെന്നാണ് പറയുന്നത്. ഇടയ്ക്ക് അങ്ങനെ പോയിട്ട് രണ്ടാഴ്ചത്തോളം വിളിക്കത്തൊന്നും ഇല്ലായിരുന്നു. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം വിളിക്കും. ആ വിളിക്കുന്ന സമയത്ത് മാത്രം ഫോൺ ഓണാക്കി വെക്കുക, പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വിളിക്കും. സംസാരിച്ച് കഴിയുമ്പോൾ അപ്പോഴേ ഓഫ് ചെയ്ത് വെക്കുമായിരുന്നു. ഈ വീട്ടു ചെലവും കാര്യങ്ങളും ഒന്നും അന്വേഷിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. 3 മാസമായിട്ടോ? ഒന്നുമില്ല. ആലോചിച്ചുറപ്പിച്ച കല്യാണം. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം. ഈ ജിത്തുവിന്റെ പരാതി വായിച്ചു ഞങ്ങള്. ഈ ഒരു എന്താ പറയുന്ന ഒരു 4 വർഷം അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന രീതിയിലൊരു പരാതിയോ അല്ലെങ്കിൽ നമ്മളുള്ള സ്നേഹക്കുറവോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സ്ത്രീധനമായിട്ട് കിട്ടിയോ, പൈസ കിട്ടിയോ, അല്ലെങ്കിൽ ചോദിക്കും. അതിൽ പ്രശ്നങ്ങൾ വേറെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു തരത്തിൽ നമ്മളോട് അകൽച്ചയും വെറുപ്പും കുടുംബം അന്വേഷിക്കാതെയൊക്കെ ഇരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലാണെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായിരുന്നു, എത്ര കൊടുക്കാന്നാ പറഞ്ഞിരുന്നത്? എന്താണ് വീട്ടിൽ നിന്ന് തരാന്ന് പറഞ്ഞിരുന്നത്? വീട്ടില് പിന്നെ 2 ലക്ഷം രൂപയും 10 പവനുമാണ് പറഞ്ഞിരുന്നത്. ഒരു പപ്പ ഗൾഫിലായിരുന്നു ആ സമയത്ത്. അപ്പോഴ് നിശ്ചയം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. അപ്പോൾ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് പപ്പ അവിടെ നിന്ന് പൈസ അയക്കാം, അപ്പോഴും സ്വർണ്ണം എടുത്ത് കൊടുക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് പൈസ കൊടുക്കാത്തത് കൊണ്ട് ആ സമയത്ത് കല്യാണത്തിന് തലേന്നാണ് പൈസ അയച്ചു തരാമെന്ന് ഞാൻ അയച്ചു തന്നില്ല. അപ്പോഴും പുള്ളിയോട് വിളിച്ച് പറഞ്ഞു ഇതുപോലെ 5 പവൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞു. വേറെ ആരും വീട്ടിൽ അറിയണ്ട, ഞാൻ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. 5 പവൻ്റെ സ്വർണ്ണം, ബാക്കി പൈസയൊക്കെ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു. അപ്പോഴും 2 ലക്ഷം രൂപയും കൊടുത്തു. ഈ 5 പവൻ്റെ സ്വർണ്ണം ഉള്ളത് ഇട്ടുകൊണ്ടാണ് പോയത്. അപ്പോഴ് കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കെന്ന് വെച്ചാൽ ഈ സ്വർണം കിട്ടാത്തതിലുള്ള ഒരു അകൽച്ചയും വേറെ എങ്ങും വിരുന്ന് പോകാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും ഒരു താല്പര്യം ഇല്ലാത്ത പോലെ. പ്രശ്നമില്ല. ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ടാവും ഇതിനേക്കാളും കൂടുതൽ കിട്ടുമായിരുന്നു എന്നൊക്കെയുള്ള. ഇല്ല, അത് അറേഞ്ചർമാരെ നമ്മളോട് നല്ല സഹകരണം, അതിന് മുമ്പ് ഫോൺ ചെയ്യും, കാര്യം പറയും ഒക്കെ ചെയ്യുമായിരുന്നു. അല്ലാതെ ആ ഒരു തരത്തിലൊന്നുമില്ല. പക്ഷെ ഇവർ പൊതുവെ ഇവരുടെ വീടെന്ന് പറയുന്ന കുടുംബപരമായിട്ട് ആരുമായിട്ടും വലിയ സഹകരണവും. ഒരു അനിയനേ ഉള്ളൂ പുള്ളിയുടെ വീട്ടില്. അനിയനും അച്ഛനും അമ്മയും തമ്മിൽ പിണക്കത്തിലായിരുന്നു. അതും അച്ഛൻ മരിച്ചു പോയെന്നാണ് നമ്മളോടൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ പുള്ളി ജീവനോടെ ഉണ്ട്. അവര് ഈ കല്യാണത്തിന് 5 വർഷം മുമ്പ് അങ്ങാണ്ട് ഡൈവേഴ്സ് ആയതാ. വേറെ താമസിക്കുകയാണ്. പുള്ളി വേറെ കല്യാണം കഴിച്ചു. പുള്ളിക്ക് മക്കളെന്നൊരു താല്പര്യമുണ്ട്. പക്ഷെ മക്കൾക്കും അവരുടെ അമ്മയ്ക്കും പുള്ളിയെ കാണണമെന്നോ എടുക്കണമെന്നോ ഒന്നുമില്ല. വിവാഹത്തിനൊക്കെ വരണമെന്ന് അച്ഛൻ താല്പര്യം ഉണ്ടായിരുന്നു. ഇവരെ അറിയിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ അറിയുന്നില്ല. അപ്പോഴ് കല്യാണം കഴിഞ്ഞ അങ്ങനെ വലിയ ഒരു സഹകരണമില്ല. ഇവര് വീട്ടിൽ അങ്ങനെ ആരും വരാറില്ല, പോകാറില്ല. വേറെ ഏതെങ്കിലും കുടുംബോ ആർക്കെങ്കിലും? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. 10 പൈസ അങ്ങനെ വിട്ട് കളിക്കുന്ന സ്വഭാവവും ഇല്ല. പക്ഷെ അതെന്ത് ചെയ്യുന്നു വെച്ചാൽ അതറിയത്തില്ല. അങ്ങനെ പിന്നെ എന്നാലും തട്ടിയും മുട്ടിയും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പൊക്കോണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് പിന്നെ ഒരു കുടുംബശ്രീന്ന് 25,000 രൂപ ലോണ് കിട്ടി. ആ ലോണ് കിട്ടിയപ്പോൾ എൻ്റെ അടുത്ത് നമുക്ക് ആടിനെ മേടിക്കാം, അതാകുമ്പോഴത്തേന് 10 പൈസ നമുക്ക് വരുമാനം, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞിരുന്ന സമയത്താണ് ഈ സതി എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്നാണ് ഈ ആടിനെ പോയി മേടിക്കുന്നത്. 10-12 രൂപയ്ക്ക് ആടിനെ മേടിച്ച് 1 മാസത്തോളം നമ്മുടെ വീട്ടിൽ നോക്കി. വീട്ടിൽ വിൽക്കുന്ന നല്ല ആടാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി ആടിനെ വാങ്ങിച്ചുകൊണ്ട് വന്നു. നമ്മുടെ വിളിച്ചിട്ട് താഴെ ഭാഗത്തായിട്ട് താമസിക്കുക, വീടൊക്കെ വെച്ച് താമസിക്കുകയാണ്. അവർക്ക് 2 മക്കളുണ്ട്. ഭർത്താവ് പിന്നെ ഇപ്പം വേറെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞവരെ ഉപേക്ഷിച്ച് പോയത് ഒരു പട്ടാളക്കാരനൊക്കെയാണ്. പക്ഷേ ഈ പുള്ളി അവരുമായിട്ടുള്ള യോജിപ്പ് കുറവുകൊണ്ടാണ് പുള്ളി പോയെന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ പോയി ആടിനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ആടിനെ നോക്കി നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ നിന്നു. പിന്നെ ഒരു പ്രാവശ്യം ഉണക്കായപ്പോൾ എൻ്റെ അടുത്ത് നമുക്ക് ആടിനെ
ഭയങ്കര ബുദ്ധിമുട്ടാണ് നോക്കാൻ, ഇവിടെ തീറ്റയൊന്നുമില്ല, മലയുടെ സൈഡിൽ അവരുടെ വീട്, അവിടെ കൊണ്ട് കെട്ടാന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് ആടിനെ കെട്ടി. അപ്പോൾ എന്നും രാവിലെ 8 മണിയാകുമ്പോഴത്തേനും ആടിനെ അഴിച്ചു കെട്ടാൻ പോകും, ഉച്ചയ്ക്ക് 2 മണിക്ക് കഞ്ഞി കൊടുക്കാൻ പോകും, വൈകുന്നേരത്തെ 5 മണിക്ക് ആടിനെ അഴിച്ചു കെട്ടാനും പോകും. ഞങ്ങൾ രണ്ടുപേരോടാണ് ആദ്യം പൊക്കോണ്ടിരുന്നത്. പിന്നെ പുള്ളി പറഞ്ഞു നീ പോകണ്ട, ഞാൻ പോയി നോക്കിക്കോളാം. നമ്മൾ രാവിലെ 8 മണിക്ക് ആടിനെ കെട്ടാൻ പോയാൽ 10-10:30 ആയാലും ആടിനെ കൂട്ടിന്ന് അഴിച്ചു കെട്ടത്തില്ല. ഇവർ തമ്മിൽ നിന്ന് സംസാരവും കാര്യങ്ങളും ഒക്കെയാ. ആ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു ഓട്ടോ ഓട്ടത്തിന് പോവോ? ഓട്ടത്തിന് പോകും. ഈ ഓട്ടോയും കൊണ്ടാണ് പോകുന്നത്. രാവിലെ 6 മണിക്ക് ഈ അണ്ടിയാപ്പി സാറ് ഓട്ടോ ഉണ്ട്. രാവിലെ അവരെ കൊണ്ടാക്കിയിട്ട് കുളത്തൂപ്പുഴ ഇറങ്ങിയിട്ട് തിരിച്ചൊരു പാലൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടാണ് ആടിനെ കെട്ടാൻ പോകുന്ന മുന്നിൽ പുള്ളി പോകുന്നത്. ഓട്ടോയും കൊണ്ട് അവിടെ ഇട്ടിട്ട് നിൽക്കുക. അല്ലെങ്കിൽ അവർ 10 മണിക്ക് സ്കൂട്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ പോകുന്നത്. 10 മണിക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആടിനെ കെട്ടിയാലും മതി. പക്ഷെ പുള്ളി 8 മണിയാകുമ്പോഴേ ഈ ഓട്ടോയും എടുത്തുകൊണ്ട് അങ്ങ് പോകും. അവർ നിന്ന് തേച്ച് വഴക്കം കാര്യം പറഞ്ഞതിനെ കൂടെ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കൊച്ചുങ്ങളെയും കൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കുന്നതൊക്കെ പുള്ളിയെ കൊണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ഇപ്പം കുഞ്ഞിന് വയ്യ അച്ചാച്ചാ കുളത്തൂപ്പുഴ വരുന്ന പോകണമെന്ന് പറഞ്ഞാൽ പറയും വണ്ടിയിൽ ഡീസലില്ല, അല്ലെങ്കിൽ നീ ഒരു 7 ഓട്ടോയ്ക്ക് കൊടുത്ത് നീ ഇറങ്ങി പോകാൻ പറയും. നമ്മുടെ കൂടെ വരത്തില്ല. അവിടെ അവൾ എന്ത് പറഞ്ഞാലും കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിൽ പോവുക, ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കുക, എല്ലാം ചെയ്യുന്ന പുള്ളിയാണ് ചെയ്യുന്നത്.